2023 ഡിസംബർ 15 ഫലസ്തീനിൽ ഇസ്രായേൽ ബോംബറുകളുടെ നിലക്കാത്ത മുഴക്കം, ഇസ്രായേൽ അധിനിവേശ സേനയുടെ വെടിയൊച്ചകൾ, ഇറ്റുവീഴുന്ന മനുഷ്യരക്തം, പൊടിഞ്ഞു വീഴുന്ന കെട്ടിടങ്ങൾ, എങ്ങും മരണത്തിൻ്റെ ഗന്ധം. പ്രതിരോധത്തെക്കുറിച്ചും പ്രാണരക്ഷയെക്കുറിച്ചുമല്ലാതെ മറ്റൊന്നും ചിന്തിക്കാനാവാത്ത നിമിഷങ്ങൾ. പക്ഷേ ഹമാസ് പോരാളികൾ ആ ദിനത്തിലും ഒരു രക്തസാക്ഷിയെ അനുസ്മരിച്ചു. 2016 ഡിസംബർ 15 ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ് ഏർപ്പാടാക്കിയ ക്വട്ടേഷൻ സംഘത്തിൻ്റെ വെടിയുണ്ടകൾ നെഞ്ചി പിളർത്തിയ ശാസ്ത്രജ്ഞനും എയറോസ്പേസ് എഞ്ചിനീയറുമായ മുഹമ്മദ് സുവാരിയെ. ഫലസ്തീൻ ജനതയുടെ പ്രതിരോധത്തിന് പുത്തൻ പ്രതീക്ഷ നൽകിയ തുനീഷ്യൻ ശാസ്ത്രജ്ഞനാണ് മുഹമ്മദ് സുവാരി. അദ്ദേഹം വികസിപ്പിച്ചു നൽകിയ 35ഓളം ഡ്രോണുകൾ ഒക്ടോബർ 7 ഇസ്രായേലിൽ നടത്തിയ സർപ്രൈസ് ആക്രമണത്തിൽ ഹമാസ് ഉപയോഗിച്ചിരുന്നു. സുവാരി എന്ന് തന്നെയാണ് ഹമാസ് ഈ ഡ്രോണുകൾക്ക് നൽകിയ പേര്. ഇസ്രായേലിൻ്റെ വിമാനങ്ങൾ ഫലസ്തീനിൽ ബോംബുകൾ വർഷിച്ചു പോവുകയും ഫലസ്തീനിൽ നിന്നയക്കുന്ന മിസൈലുകൾ ഇസ്രായേലിൻ്റെ അയൺ ഡോം തട്ടിത്തെറിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രതിരോധ സേനയ്ക്ക് പ്രത്യാശയായിക്കൊണ്ടാണ് സുവാരി ഡ്രോണുകൾ നിർമ്മിച്ചു നൽകിയത്. വേദങ്ങളിൽ പരാമർശിക്കുന്ന അബ്രഹത്തിൻ്റെ കരിവീര സൈന്യത്തെ ചുടുകല്ലുകൾ കൊണ്ടെറിഞ്ഞ് വൈക്കോൽ തുരുമ്പ് പോലെ ചിന്ന ഭിന്നമാക്കിയ പക്ഷികളുടെ പേരാണ് അദ്ദേഹം തൻ്റെ ഡ്രോണുകൾക്ക് നൽകിയത്, അബാബീൽ. 2014 യുദ്ധത്തിലാണ് ഹമാസ് ആദ്യമായി ഈ ഡ്രോണുകൾ ഉപയോഗിച്ചത്. ചവച്ചരക്കപ്പെട്ട വൈക്കോൽ എന്നർത്ഥം വരുന്ന അൽ അസ്ഫ് അൽ മൗക്കൂൽ എന്നായിരുന്നു ഈ ഓപ്പറേഷന് പേരിട്ടത്. 1967 ദക്ഷിണ തുനീഷ്യയിലെ സ്ഫാക്സിലാണ് സുവാരി ജനിച്ചത്. കുഞ്ഞുനാളിൽ ദുർബലമായിരുന്നു അവൻ്റെ ശരീരം. ശ്വാസകോശത്തെ ആസ്മ വന്ന് വരിഞ്ഞു മുറുക്കുമ്പോൾ ആലില പോലെ വിറച്ചിരുന്ന കൃഷകാത്രൻ. അമ്മ തോളത്തിട്ടായിരുന്നു സുവാരി സ്കൂളിൽ എത്തിച്ചിരുന്നത്. വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സ്കൂൾ വിടും വരെ ആ അമ്മ അവിടെ തന്നെ കാത്തു നിൽക്കും. പഠനത്തിൽ മിടുക്കനായിരുന്ന സുവാരി സ്കൂൾ കാലത്തിന് ശേഷം എഞ്ചിനീയറിംഗ് കോളേജിൽ ചേർന്നു. ലജ്ജയും ദീനാനുകമ്പയുമായിരുന്നു അവൻ്റെ മുഖമുദ്ര. പച്ചക്കണ്ണുകളും ആകർഷകമായ മുഖവുമുള്ള ആ യുവാവ് രാഷ്ട്രീയ സംഭവവികാസങ്ങളിലും താൽപ്പര്യം പുലർത്തി. ആസ്മ അപ്പോഴും വിട്ടുമാറിയിരുന്നില്ല. അത് പഠനത്തിന് വലിയ വെല്ലുവിളികൾ ഉയർത്തി. ക്യാമ്പസിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു അവൻ. 1991 ഭരണകക്ഷി പാർട്ടിയായ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രാറ്റിക് റാലിയുടെ ആസ്ഥാനത്തിന് തീയിട്ട സംഭവത്തിൽ സുവാരി നോട്ടപ്പുള്ളിയായി. പിടികൂടാനുള്ളവരുടെ പട്ടികയിൽ ഉൾപ്പെട്ടു. തുനീഷ്യ വിട്ട് ലിബിയയിലേക്ക് പോകാൻ സുവാരി 14 പേരുമായി പദ്ധതി തയ്യാറാക്കി. ഇതിനുള്ള തയ്യാറെടുപ്പുകൾ പുരോഗമിക്കവേ രഹസ്യാന്വേഷണ സംഘം കാര്യം മണത്തറിഞ്ഞു. 15 പേരും അറസ്റ്റിലായി. എന്നാൽ സുവാരിയും മറ്റു 2 പേരും കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട് ലിബിയയിലെത്തി. ഏതാനും മാസങ്ങൾ അവിടെ താമസിച്ച ശേഷം സുവാരി സുഡാനിലേക്ക്. അവിടെ വെച്ച് തുനീഷ്യയിൽ അന്നഹദ പാർട്ടിയെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ ലിബറേഷൻ ഓഫ് ഇനീഷ്യേറ്റീവ് മൂവ്മെൻറ്റിന് രൂപം നൽകി. പിന്നീട് അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് അന്നഹദയിൽ നിന്ന് അകന്നു. സുഡാനിലുള്ളപ്പോൾ 1992 മുതൽ 95 വരെ നടന്ന ബോസ്നിയൻ യുദ്ധത്തിൽ മുസ്ലിങ്ങളെ പിന്തുണക്കുക എന്ന ലക്ഷ്യത്തോടെ സുവാരി അവിടേക്ക് പോയി. നിരവധി മാസങ്ങൾ അവിടെ ചെലവഴിച്ചു. മടങ്ങിയെത്തിയ സുവാരി 1996 വരെ സുഡാനിൽ തന്നെ കഴിച്ചുകൂട്ടി. സുഡാൻ പൗരത്വം ലഭിച്ച അദ്ദേഹം വിവിധ രാജ്യക്കാരുടെ ഇസ്ലാമിക് മൂവ്മെൻറ്റുകളുമായി ബന്ധം സ്ഥാപിച്ചു. ഹമാസിനോടൊത്തുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര ആരംഭിക്കുന്നത് അങ്ങനെയാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ്, മിലിറ്ററി ടെക്നോളജി എന്നിവയിൽ അസാമാന്യ വൈദഗ്ധ്യം കാണിച്ച സുവാരി 2006 ഹമാസിൻ്റെ സൈനിക വിഭാഗമായ അൽ ഖസ്സാം ബ്രിഗേഡിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടു. ബ്രിഗേഡിൻ്റെ നിർമ്മാണ യൂണിറ്റിലായിരുന്നു അദ്ദേഹം. കഴിവുകൾ കൂടുതൽ ശാക്തീകരിക്കാനുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾക്ക് അദ്ദേഹത്തെ ഇറാനിലേക്കും സിറിയയിലേക്കും ഹമാസ് അയക്കുകയും ചെയ്തു. തുനീഷ്യൻ പ്രസിഡന്റായിരുന്ന സൈനുദ്ദീൻ അൽ ആബിദീൻ ബിൻ അലിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം 2011 ജനകീയ പ്രക്ഷോഭത്തിൽ തകർന്നതിനെ തുടർന്നാണ് സുവാരി തുനീഷ്യയിലേക്ക് മടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പ്രോജക്റ്റ് വിദൂര നിയന്ത്രിത അന്തർവാഹിനിയുമായി ബന്ധപ്പെട്ടതായിരുന്നു. അത് വിജയകരമായി പൂർത്തീകരിച്ചതോടെ മൊസാദിൻ്റെ ഹിറ്റ് ലിസ്റ്റിൽ സുവാരി ഉൾപ്പെട്ടു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവായിരുന്നു പേര് ഉൾപ്പെടുത്താൻ ഉത്തരവിട്ടത്. 2016 ഡിസംബർ 15 സ്വന്തം വീടിന് സമീപത്ത് വെച്ച് പോയിന്റ് ബ്ലാങ്കിൽ അദ്ദേഹത്തിന് വെടിയേറ്റു. 3 തുനീഷ്യക്കാരും 8 മറ്റു രാജ്യക്കാരും ഉൾപ്പെട്ട സംഘത്തെയാണ് കൊലപാതകം നടപ്പാക്കാൻ മൊസാദ് നിയോഗിച്ചത് എന്നാണ് കണ്ടെത്തൽ. കൊല്ലപ്പെട്ടപ്പോഴാണ് സുവാരിക്ക് ഹമാസുമായി ബന്ധമുണ്ടായിരുന്നുവെന്ന് കുടുംബം പോലും മനസ്സിലാക്കുന്നത്. തൻ്റെ നേട്ടങ്ങളിൽ അഹങ്കരിക്കുകയോ അംഗീകാരം ആഗ്രഹിക്കുകയോ ചെയ്യാത്ത ദുർബല ജനവിഭാഗങ്ങളെ അക്രമികളുടെ മർദ്ദനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അഹോരാത്രം പ്രവർത്തിക്കുകയും ചെയ്ത ആ മനുഷ്യൻ അങ്ങനെ ഈ ലോകത്തോട് വിട പറഞ്ഞു.